ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രിയയോട് രഞ്ജുവും രേഖയും രാധികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ സമ്മതിക്കില്ലമ്മേ, ഏട്ടനും ഗീതു വെച്ച് നല്ല സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിക്കണം. അതാണ് എൻ്റെയും സന്തോഷം. അല്ലാതെ അവർ തമ്മിൽ പിരിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറയാം. മോളെ, ഒരിക്കലും ഗീതുവിന് മോളുടെ ഏട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹത്തോടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അവരുടെ വയസ്സ് തമ്മിലൊന്ന് നോക്കണം. അവരുടെ വയസ്സും പ്രായവും മനസ്സിലാക്കാതെ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ. അത് കേട്ടതും അമ്മേ, എന്തായാലും ഗീതു ചേച്ചിക്ക് ഗോവിന്ദേട്ടനോട് സ്നേഹമാണ്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്. ഇല്ല മോളെ, ഒരിക്കലും ഗീതു ഗോവിന്ദനെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ രേഖയും രഞ്ജും ആര് പറഞ്ഞു? ഗോവിന്ദേട്ടനും ഗീതുവും തമ്മിൽ നല്ല സ്നേഹമാണ്. അവർ പുറമേ അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ട്. അത് കേട്ടതും രാധിക ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ അവൾ കിഷോറിനെ തേടി ബാംഗ്ലൂരിലേക്ക് പോകുമായിരുന്നോ? അവിടെ വെച്ച് എൻ്റെ കണ്ണൻ്റെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കാൻ കാരണക്കാരിയായത് നിൻ്റെ അമ്മയാ രഞ്ജു. അത് കേട്ടതും പ്രിയ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? കിഷോറിനെ അന്വേഷിച്ച് ഗീതു വെച്ച് ബാംഗ്ലൂർക്ക് പോയെന്നോ? അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അതൊക്കെ പഴയ കഥയാ. നിന്നെ അറിയിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഇത്രയും നാൾ മറച്ചു വെച്ചത്. ഇനിയിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല മോളെ. എഗ്രിമെൻ്റ് പ്രകാരം കല്യാണം കഴിച്ചത് ഗോവിന്ദല്ല, ഗീതുവാണ്. ഗീതു പറഞ്ഞിട്ടാ ഗോവിന്ദ് എഗ്രിമെൻ്റ് പ്രകാരം ഗീതുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? നോക്കിക്കേ, അന്നും അവളുടെ മനസ്സിൽ കിഷോറായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കിഷോറിനെ മാത്രം മനസ്സിലിട്ടുകൊണ്ടാണ് അവൾ നടക്കുന്നത്. അതിന് കിഷോറിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. അവർണിക ചേച്ചിയെ കല്യാണം കഴിച്ച് കിഷോർ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്? അതൊക്കെ വെറുതെയാണ് മോളെ. സന്തോഷമായിട്ടൊന്നും അല്ല അവർ ജീവിക്കുന്നത്. അവൻ്റെ മനസ്സിലും ഗീതുവാണ്, ഗീതുവിൻ്റെ മനസ്സിലും അവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും കണ്ണനുമായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കില്ല മോളെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എനിക്കറിയാം എൻ്റെ ഗോവിന്ദേട്ടനും ഗീതു ചേച്ചിയും ഒരിക്കലും പരസ്പരം മറ്റൊരാളെ സ്നേഹിക്കില്ല. അവർ രണ്ടുപേരും ഒന്നാവണം. അവർ രണ്ടുപേരും ഒന്നായാലേ എനിക്ക് സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞ് പ്രിയ കരയുക. ഇവളിപ്പോൾ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നും ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം രഞ്ജു, പ്രിയേ, ഞാനൊരു സത്യം പറയാം. ഗീതുവിന് കിഷോറിന് ഇഷ്ടമായിരുന്നു, പക്ഷെ അതിപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് ശേഷവും ഗോവിന്ദേട്ടനെ മനസ്സിലാക്കാതെ ഗീതു കിഷോറിനെ സ്നേഹിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹം അറിഞ്ഞു തന്നെയാണ് ഗോവിന്ദേട്ടൻ ഗീതുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ അതിനുശേഷം ഗീതു കിഷോറിനെ തേടി പോയിട്ടുമുണ്ട്, അതും സത്യമാണ്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് കിഷോർ സ്നേഹിച്ചത് തന്നെയല്ല തൻ്റെ ഗോവിന്ദേട്ടൻ്റെ സ്വത്തിനെയും പിന്നെ തൻ്റെ ശരീരത്തെയുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് ഗീതുവിന് ആക്സിഡൻ്റ് ഉണ്ടായത്. അങ്ങനെയാണ് ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും എൻ്റെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊക്കെ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. രഞ്ജു, നീ ഇതിൽ ഇടപെടണ്ട. നിനക്കിത് പറയാൻ എന്താ അധികാരം? നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഇതിനൊക്കെ സാക്ഷി എൻ്റെ അമ്മയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇടപെട്ടത്. അതെ, ഇതിനൊക്കെ സാക്ഷി എൻ്റെ അമ്മ തന്നെയാണ്. അന്നും ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ ഗീതുവിനെ തളയ്ക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാക്കി. ഗീതുവിനെയും ഗോവിന്ദേട്ടനെയും തമ്മിൽ പിരിച്ച് ഗോവിന്ദേട്ടനെ മാത്രം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനുള്ള പല അടവും പറ്റി. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനൊന്നും സമ്മതിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇവരിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഗീതുവിൻ്റെ മനസ്സിൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവോടെ പ്രിയയുടെ മുൻപിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുക. ഇത് കേട്ടതും പ്രിയയ്ക്ക് സന്തോഷമായി. സത്യമാണോ രഞ്ജു നീ പറയുന്നത്? അതെ, നീ എൻ്റെ ശത്രുവാണ്. പക്ഷെ നീ പറഞ്ഞ വാക്കുകൾ ഞാൻ എൻ്റെ ഏട്ടനെയും ഗീതേച്ചിയും തമ്മിൽ ഒന്നിപ്പിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. അത് കേട്ടത് രാധിക, മോളെ, നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്ന എന്തിനാ? ഡിവോഴ്സ് വാങ്ങിക്കൊടുത്ത് ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ മോചിപ്പിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേണ്ടമ്മേ, എൻ്റെ ഏട്ടൻ ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വരുണേട്ടനൊക്കെ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. പക്ഷേ എനിക്കൊരിക്കലും അത് സഹിക്കാനാവില്ല. ഞാനിതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്നും പറഞ്ഞ് പ്രിയ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങോട്ടും ഇവിടെ നടക്കുക. അപ്പോൾ ഗീതു എഴുതിയിരിക്കുന്ന വാഷ്റൂം ഗോവിന്ദ് അങ്ങ് പറിച്ചെടുക്കുക. അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കയ്യിൽ ആ ലെറ്ററുകൾ കിട്ടി. കണ്ണേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. കണ്ണേട്ടനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്.
എൻ്റെ മനസ്സിലെ പ്രണയം എങ്ങനെ തുറന്നു പറയുമെന്നറിയാതെയാണ് ഈ ലെറ്റർ മൂലം ഞാൻ എൻ്റെ കണ്ണേട്ടനരികിലേക്ക് എത്തിക്കുന്നത്. ബാക്കി ഒരു ഷെൽഫിൽ എന്നും എഴുതിയിട്ടുണ്ട്. അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണുകൾ ഗോവിന്ദനെ തന്നെ വിശ്വസിക്കാനാകാത്തക്ക വിധം ആ പേപ്പറുകളിലേക്ക് നോക്കി. അപ്പോൾ ഷെൽഫിലെന്ന് പറഞ്ഞതും ഓടിപ്പോയി ഷെൽഫ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരു കത്ത്, നിറയെ പൂക്കളും ഒരു പാവയും അതിൻ്റെ ഇടയിൽ കത്തും. അതും എടുത്ത് ഗോവിന്ദ് വായിക്കുകയാണ്. ഗോവിന്ദന് ഒരുപാട് സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിറകണ്ണുകളോടുകൂടെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിലും ആ കത്ത് എല്ലാം കൂടെ കണ്ടിട്ട് ഗീതുവിൻ്റെ മനസ്സിലും ഇഷ്ടം മനസ്സിലാക്കി ഗോവിന്ദ് കരയാൻ തുടങ്ങി. ഈശ്വര, അവൾ എന്നോടുള്ള ഇഷ്ടം ഇതുപോലെ പേപ്പറുകളിൽ എഴുതി വെച്ചതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ല, ഇനി ഒരിക്കലും എനിക്ക് അവളെ വിഷമിപ്പിക്കാനാവില്ല. അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഞാൻ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ഒരുങ്ങുക. പക്ഷേ എങ്ങനെ ഞാൻ അവളെ കണ്ടുപിടിക്കും? അവൾ എങ്ങോട്ടാണ് പോയത്? കാറിൽ കയറി ഇനി അവളെവിടെ എത്തിയിട്ടുണ്ടാവും. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. രാധികാമ്മയ്ക്ക് ഇനി എന്നെ തളച്ചിടാൻ കഴിയില്ല. രാധികാമ്മയുടെ വാക്കുകൾക്ക് ഇനിയും വില കൊടുത്താൽ എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെടും. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഗീതുവിനെ നഷ്ടപ്പെടും. പാടില്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എനിക്ക് വേണ്ടത് എൻ്റെ ഗീതുവിനെയാണ്, അല്ലാതെ രാധികാമ്മയല്ല. അതെ, ഞാൻ അവക്കടെ കഴുത്തിൽ താലി കെട്ടിയവനാ. എന്നോട് അവൾക്കുള്ള അധികാരം പോലും രാധികാമ്മയ്ക്കില്ല. രണ്ടാനമ്മയായ അവർക്ക് എന്തധികാരം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് സന്തോഷത്തോടെ ആ കട്ടിലേക്ക് കിടന്ന് തുള്ളിച്ചാടുക. അപ്പോഴേക്കും ഗീതുവിനെയാണ് കാണിക്കുന്നത്. ഗീതുവും ഓരോ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ആദ്യത്തെ വെള്ളിച്ചില്ലും ചിതറി എന്ന് പറഞ്ഞ പാട്ട് തീർന്നതും ഗോവിന്ദൻ്റെ ശബ്ദമാണ് വരുന്നത്. ഗോവിന്ദ്, ആരാണ് നീ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വെറും എഗ്രിമെൻറ്റിൻ്റെ പേരിൽ മാത്രം ഒന്നിച്ച് നമ്മൾ ഇനി കുടുംബജീവിതം നയിക്കാൻ സന്തോഷത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോയാലോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്നും ഗോവിന്ദ് ചോദിച്ച കാര്യങ്ങൾ കേട്ട് ഗീതു അവിടെ കാറ് നിർത്തിയിട്ട് ആ വോയിസ് വീണ്ടും കേട്ടു. ഇത് കണ്ണേട്ടൻ്റെ വോയിസ് അല്ലേ? കണ്ണേട്ടനാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ പെൺഡ്രൈവിൽ കണ്ണേട്ടൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ അയച്ചിരിക്കുകയാണല്ലോ. എന്നിട്ട് എന്താ കണ്ണേട്ടൻ അവരുടെ മുൻപിൽ വെച്ച് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? രണ്ടാനമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം വേദനിപ്പിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഞാൻ വിടില്ല. ഈ താലി കെട്ടി എൻ്റെ കെട്ടിയോൻ എനിക്ക് വേണ്ടി കരുതി വെച്ചത് എന്താണെങ്കിലും ഞാൻ അവിടെ ചെന്ന് നേരിട്ട് തന്നെ ചോദിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ഗീതു നേരെ അങ്ങ് പോവുക. നേരെ അറയ്ക്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം വരണം നമ്മുടെ രാധികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തായമ്മേ, ഇതോടുകൂടെ ഗീതു ഈ വീടിൻ്റെ പടി ഇറങ്ങോ? എനിക്ക് തോന്നുന്നില്ലടാ മോനെ. അങ്ങനെ പടി ഇറങ്ങണമെങ്കിൽ പ്രിയയെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. അവളെ ഇപ്പം മുന്നിൽ നിൽക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ. ഈ പ്രിയ എന്താ ഇങ്ങനെ? അവൾ നമ്മളെപ്പോലെ അല്ലല്ലോ. അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. അവൾക്ക് നിന്നേക്കാൾ സ്നേഹം ഗോവിന്ദനോടാ. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. നീ ആ സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ഒപ്പം അവൾ നിൽക്കുള്ളായിരുന്നു. ഇനിയിപ്പം ഞാനെന്ത് പറയാനാ? പ്രിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഗീതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേ? അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതു വരിക. ഗീതുവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും രാധിക വരുണിനോട് വന്നു എന്നാണ് തോന്നുന്നത്. അവൾ അറയ്ക്കൽ തറവാട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ അവൾ ജീവിക്കുന്നത് അവസാനിപ്പിക്കണം. അവൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുമ്പോഴേക്കും ഗീതു അകത്തെത്തിയതും ഗീതുവിൻ്റെ മുഖത്തൊരു ധൈര്യവും വിശ്വാസവും ഒരു ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട രാധിക, എന്താടി പോയതുപോലെ തന്നെ തിരിച്ചു വരുന്നേ? നിനക്ക് നാണമില്ലേ? നിന്നോട് ഈ വീട്ടിൽ താമസിക്കേണ്ടെന്ന് തന്നെ ഗോവിന്ദ് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തിനാ വീണ്ടും വരുന്നത്? അതെ, എൻ്റെ ഭർത്താവ് എന്നോട് പലതും പറയും. അതൊക്കെ കേട്ട് ഒരു ഒറ്റ വിശ്വാസത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നൊരു ഭാര്യയല്ല ഞാൻ. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഈ കുടുംബത്തിൽ നിങ്ങൾ കാണിച്ചു കൂട്ടാൻ പോകുന്ന ഒരാഘോഷവും നടക്കില്ല രാധികാമ്മേ. നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എൻ്റെ കണ്ണേട്ടനിൽ നിന്നും എന്നെ പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് നിങ്ങൾ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോയിക്കോ. അതിനെ താണ്ടി വരാനും ഞാൻ തയ്യാറാണ് എന്നും ഗീതു പറയാ. അത് കേട്ടതും, ഓഹോ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? കണ്ടില്ലേടി, ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാൽ എൻ്റെ കണ്ണൻ്റെ മനസ്സിളകും. ഞാനൊന്ന് കരഞ്ഞു പറഞ്ഞാൽ നിന്നെ അവൻ ജീവിതത്തിൽ നിന്നും ഈസിയായിട്ട് ആട്ടിപ്പയക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും നീ നോക്കിക്കോ, നീ കരയോടി, ഹൃദയം പൊട്ടി നീ കരയും. എന്നെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ നിനക്കിനി സമാധാനം ഉണ്ടാവില്ല. ഓരോ ദിവസവും നിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓ ആയിക്കോട്ടെ, നമുക്ക് കാണാം. രാധികാമ്മേ, ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തല്ലേ. ഈ ഗീതുവിനെ പറ്റി നന്നായിട്ട് അറിയില്ല. അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ
രണ്ടാം ഭാര്യ രാധികാമ്മയെ തകർക്കാൻ എൻ്റെ അച്ഛൻ മതി എന്ന് പറഞ്ഞതുപോലെ ഞാനും കൂടെ നിന്ന് കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ തന്നെ കാലുകുത്താൻ പറ്റില്ല. അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് കേട്ടതും നീ എൻ്റെ അമ്മയോട് എന്താണ് സംസാരിക്കുന്നത്? മിണ്ടാതെ മാറി നിൽക്ക് വരണേട്ടാ അങ്ങോട്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, മര്യാദ ഉണ്ടെങ്കിലേ മര്യാദ തിരിച്ചുണ്ടാവും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഈ ഗീതു ആരാണെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരും. മനസ്സിലായല്ലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിങ്ങൾ വലിയ ആളായി. കണ്ണേട്ടനെ കയ്യിലെടുത്തു. അവിടെ വെച്ച് ഞാൻ കണ്ണേട്ടനെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയത് വെറുത്തിട്ട് പോയതാണെന്നാണ് നിങ്ങൾ കരുതിയത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ണേട്ടനെ വെറുക്കില്ല, വെറുത്തിറങ്ങി പോകില്ല. അയാളെ ഇപ്പം നിങ്ങൾ കീ കൊടുത്താൽ കറക്കുന്ന ഒരു പാവയാ. എന്നാൽ അങ്ങേരെ ഞാൻ ഞാൻ കീ കൊടുത്താൽ കറങ്ങുന്ന ഒരു പാവയാക്കി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു നല്ല സ്ലോ മോഷനിൽ മുകളിലേക്ക് പോവുക. ഈ സമയം മുകളിലേക്ക് പോയതും രാധികാമ്മ വരുണിനോട് എന്താണ് ഇതൊക്കെ? അവൾ അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വരുന്നേ. ആരും ഇവൾക്ക് ധൈര്യം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ വിജയലക്ഷ്മി ആയിരിക്കും. എങ്ങനെയെങ്കിലും ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റണം. വാമേ നമുക്ക് മുകളിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ചെല്ലുക. ഈ സമയം ഗീതു ഓടി മുകളിലേക്ക് ചെന്നു. ഗോവിന്ദ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഗീതുവിനെ കാണാൻ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും ഗീതുവിനെ കണ്ടത് ഗോവിന്ദൻ്റെ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഗീതു നീ എഴുതി വെച്ചതൊക്കെ ഞാൻ കണ്ടു എന്നും ഗീതുവിനോട് പറയണം. അത് കേട്ടത് കണ്ടോ കണ്ണേട്ടാ? ഞാനും കേട്ടു കണ്ണേട്ടൻ്റെ വോയിസ്, ഞാനും കേട്ടു കണ്ണേട്ടാ. ഇത്രയ്ക്ക് സ്നേഹം മനസ്സിലുണ്ടായിട്ട് എന്തിനാ രാധികാമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നെ ഇറക്കി വിടാൻ നോക്കിയത്, എന്നെ വേറെ റൂമിൽ താമസിപ്പിക്കുമെന്ന് പറഞ്ഞത്, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞത്. ഗീതു, അത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കരുത്. ഇനി നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവണം. അതിനു വേണ്ടിയാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഇനി ഒരു രാധികാമ്മയ്ക്കും എന്നെ തളച്ചിടാൻ പറ്റില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഗീതു ഞാൻ കാത്തിരുന്നേ. നിന്റെ ഇഷ്ടം അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഉള്ളം കൈ കൊണ്ട് നടന്നാനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധികാമ്മയും വരുണും കൂടെ വരിക. കണ്ണ, എന്താ ഈ കാണിക്കുന്നേ? ഇവളുടെ പെട്ടിയും പ്രമാണമൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ. ഇവളോട് വേറെ മുറി താമസിക്കാൻ പറ. അത് കേട്ടതും അത് നടക്കില്ലമ്മേ. അതെന്താ നടക്കാത്തത്? ഇവൾ ഈ മുറി താമസിക്കണമെന്ന് കോടതിയല്ല ഉത്തരവിറക്കിയത്. അങ്ങനെയുള്ളപ്പോൾ ഇവളോട് എങ്ങനെയാണ് മാറി താമസിക്കാൻ പറയുന്നത്? ഇവൾ ഇവിടെ തന്നെ താമസിക്കട്ടെ. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ണ, നീ എന്താ കരുതുന്നത്? നിന്റെ ജീവിതം തകർന്നു, അതുപോലെ നീ ഇവളുടെ ജീവിതം തകർക്കാൻ നോക്കുവാണോ? ഒരിക്കലും ഇവളെ നീ ഒരുമിച്ച് താമസിപ്പിക്കാൻ പാടില്ല കണ്ണ. ഇവളോട് മുറി മാറാൻ പറ. പ്രിയയുടെ മുറിയിലേക്കോ രഞ്ജുവിൻ്റെ മുറിയിലേക്കോ ഇവൾ പോയിക്കോട്ടെ. അത് കേട്ടതും ഗീതു ഒന്ന് ചിരിച്ചു. രാധികാമ്മേ, എന്തായാലും കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയായ നിങ്ങൾക്ക് അത് പറയാൻ ഒരധികാരവും ഇല്ല. എന്തായാലും എൻ്റെ കഴുത്തിൽ കണ്ണേട്ടൻ താലി കെട്ടിയതാ. കണ്ണേട്ടൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും ഞാനാ. അതിനൊരു കോടതിക്കും തീരുമാനിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ സ്വഭാവം എത്രയൊക്കെ ദോഷമാണെന്ന് പറഞ്ഞാലും കോടതിക്കും എന്നെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്നതാണ് അവിടെ കാര്യം. ഗോവിന്ദേട്ടനും എനിക്ക് വേണ്ടി വാദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ തോറ്റുപോകത്തേ ഉള്ളൂ. അതിന് എൻ്റെ മോൻ നിനക്ക് വേണ്ടി വാദിക്കില്ലടി. ഒരു തറയായ നിനക്ക് വേണ്ടി വാദിക്കേണ്ട ഒരാവശ്യവും എൻ്റെ മോനില്ല. ഇവനെ കല്യാണം കഴിച്ച് കിഷോറിനെ തേടി പോയവളാ നീ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിനക്ക് സന്തോഷവും സമാധാനവും കിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞ് രാധിക. അത് കേട്ടതും അമ്മ മതി, ഇനി അമ്മ ഗീതുവിനെ വഴക്ക് പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇനി അമ്മയുടെ വാക്കുകൾ കേട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാവയെ പോലെ ഇരിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. എനിക്ക് എൻ്റേതായ പ്രൈവസി ഉണ്ട്, എൻ്റേതായ ജീവിതമുണ്ട്. അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും സംസാരിക്കണ്ട, വാ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കൈയും പിടിച്ച് രാധികയുടെ മുന്നിലൂടെ തന്നെ ഗോവിന്ദ് പോവുകയാണ്. അത് കണ്ടതും രാധിക തകർന്ന് തരിപ്പണമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുണും രാധികയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എൻ്റെ അമ്മേ, ഇത്ര പെട്ടെന്ന് ഏട്ടനെങ്ങനെയാണ് മാറിയത്? എനിക്കറിയില്ലടാ. ഇത്രയും നേരം അവളെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അവൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ അവൻ ഇന്ന് അവളുടെ കൈയും പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെങ്കിൽ എന്തോ ഒരു മന്ത്രം അവൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും. ഒരിക്കലും ഗീതവും ഗോവിന്ദും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആളൊഴിഞ്ഞൊരു സ്ഥലത്താണ്. ഗോവിന്ദ അങ്ങോട്ട് ഓടി ചെല്ലുക. കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഗീതു, ഞാൻ നിന്നോട് ചോദിക്കുക, അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ ഗീതു, സമ്മതം, പൂർണ്ണ സമ്മതം, 100% സമ്മതം.
അങ്ങനെ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഗീതുവിനോട് പറഞ്ഞു, ഇനി നിന്റെ കണ്ണ് നിറയാതെ ഞാൻ നോക്കും. നിന്റെ ഈ ഒരു വാക്കിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഞാനും അതെ കണ്ണേട്ട. കണ്ണേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണേട്ടനെ വിട്ടുകൊടുക്കാതെ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു തന്നെയിരുന്നു. പക്ഷേ ഒരു ബന്ധവും ഇല്ലയെന്ന് പറഞ്ഞ് കണ്ണേട്ടൻ എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനി എല്ലാം കൊണ്ടും ഞാൻ ജയിച്ചു. എൻ്റെ കണ്ണേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി. എനിക്കിത് മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ഇത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഇത് സ്വപ്നമല്ല, ഇതാണ് യാഥാർത്ഥ്യം. സത്യമായിട്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാൻ. രാധികയുടെ കരണത്തടിച്ചുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുന്ന അടിപൊളി മുഹൂർത്തം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.